ഗുഡ് മോർണിംഗ്. ശരിക്കും പറഞ്ഞാൽ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ കേട്ടോ. ട്യൂട്ടോറിയൽ വീഡിയോ എന്ന് വെച്ചാൽ വലിയ സംഭവമായിട്ടൊന്നും അല്ല. അപ്പം ഇനിയിപ്പോൾ എന്തായാലും ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യാമെന്ന് കരുതി. കാരണം ലാസ്റ്റ് പേജ് വെച്ചാൽ ഇത്രയും വരച്ച് തീർന്നു. ഇനി ഇതാണ് ആകെയുള്ളൊരു പേജ്. ഇത് വെറും തിന്നിയാട്ടോ. ഇതെന്താ ഇത് ചെറിയൊരു കട്ടില്ലാത്ത പേപ്പറാണ്. ഇതാണ് ശരിക്കത്തെ. അപ്പോൾ ഇതിലെന്നെ ട്യൂട്ടോറിയൽ ചെയ്യാമെന്ന് അതിന് ലാസ്റ്റായിട്ട് ഒരു ട്യൂട്ടോറിയൽ ആയിക്കോട്ടെ എന്ന് കരുതി എന്ത് ചെയ്യാനേ. ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് എടുത്തൊരു ചിത്രം കേട്ടത്. എന്താ അത് നമ്മൾ വിചാരിക്കുന്ന ചിത്രം ഇതേപോലെ ഇങ്ങനെ തന്നെ വരച്ചിട്ടുണ്ടാക്കണം. എങ്ങനെയാണെന്ന് വെച്ചാൽ പെൻസിലായിട്ട് ഫുള്ളായിട്ട് സെറ്റാക്കി എടുക്കുക. ഏകദേശം ഞാൻ ഉദ്ദേശിക്കുന്ന ചിത്രം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഞാൻ പിൻട്രസ്റ്റിൽ കണ്ട പിക്ക് ഞാൻ ഇതിൽ വരച്ചിട്ടില്ല. പിൻട്രസ്റ്റിൽ ഞാൻ വിചാരിച്ചത് ഞാനിവിടെ പിക്ക് കൊടുക്കുക. അപ്പോൾ ഏകദേശം ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം പെൻസിലായിട്ട് വരക്കലൊക്കെ കഴിഞ്ഞ് ഇനി നമുക്കുള്ള പരിപാടി കളറിങ്. ശരിക്കും ഇങ്ങനെയൊന്നും അല്ല തോന്നുന്നുണ്ട് ഈ പ്രൊഫഷണൽ ആർട്ടിസ്റ്റൊന്നും ചെയ്യാം. എന്താ ഞാൻ പ്രൊഫഷണൽ ആർട്ടിസ്റ്റൊന്നും അല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെയൊക്കെയാണ് ചെയ്യൽ. ശരിക്കും ഇതിനെക്കുറിച്ച് കുറച്ചൊക്കെ വിവരമുള്ള ആൾക്കാർ ഇങ്ങനെയാണ് ചെയ്യാനുള്ളത് അറിയില്ല കേട്ടോ. കൂടുതലും ഞാൻ ഈ വീഡിയോയിൽ ചെയ്യാറ് ആദ്യം തന്നെ ഒരു കളർ എടുത്തുകൊണ്ട് ഫുള്ളായിട്ട് കൊടുത്ത് തീർക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഡാർക്ക് കൊടുത്ത് പിന്നെ ലൈറ്റും ചെയ്ത് കൊടുക്കും. ഇതെന്താ പറയുക, ഈ കളർ വെച്ചിട്ട് നമുക്ക് ലൈറ്റും ചെയ്തെടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഡാർക്ക് കളർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് മേലെ അതിങ്ങനെ വൈറ്റ് ചെയ്ത് കൊടുത്താൽ കുറച്ച് കളർ കുറഞ്ഞ് വരും. ഒരു വൈറ്റ് കളർ ഇങ്ങനെ ജസ്റ്റ് കുറച്ച് കുറഞ്ഞ് കിട്ടും. ഈ കളർ വെച്ചുകൊണ്ട് ലൈറ്റും ചെയ്യാൻ നല്ല സുഖം. പിന്നെ ഡാർക്കുള്ള ഭാഗങ്ങളൊക്കെ ഇതേപോലത്തെ ഒരു പെന്ന് വെച്ചിട്ട് കുറേയൊക്കെ ഫില്ലാക്കി കൊണ്ടുവരും. ഒരു കളറിന് തന്നെ പല കളേഴ്സും വെച്ചിട്ട് അതിൻ്റെ പല ഷെയ്ഡും വെച്ചിട്ടാണ് ഇത് കൊടുക്കുക. പിന്നെ പെൻസിൽ വെച്ചിട്ട് തന്നെയാണ് ഷാഡോ ചെയ്യുക. അതേപോലെ തന്നെ സ്റ്റിക്കിന് വേറെ കളറ് വെച്ച് വുഡൻ്റെ ഒരു ഫീല് വരുത്തും. അതും വേറെ പെന്നൊക്കെ വെച്ചുകൊണ്ട് വുഡൻ്റെ ഓരോ വരകളൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കും. പിന്നെ വൈറ്റ് വെച്ചുകൊണ്ട് ജസ്റ്റ് ഡോട്ടൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് ഒരു ഗ്ലോ വരുത്തും. പിന്നെ ലാസ്റ്റ് നല്ല ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പശ യൂസ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ബൈ.